വിശ്വസിക്കാനും പോലും പറ്റാത്ത വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ കേട്ടത്. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, തൊട്ടടുത്തൊരു പ്രദേശമാണ് പേരമുഖർ എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ആ നാടിൻ്റെ വിലക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനും അദ്ദേഹം ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം അവിടെ ദർസൊക്കെ ഉണ്ട്, ദർസിൻ്റെ കാര്യങ്ങളും പലതും സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ഇതാ മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ചെറിയ ചെറുപ്പക്കാരനാണ്, മുഹമ്മദ് ഫാദിനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുബ്ഹാനല്ലാഹ്, ഇത് കേട്ടെൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഒരുപാട് സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. യാ അല്ലാഹ്, ഇന്ന് കേൾക്കുന്നു മരണപ്പെട്ടു എന്നുള്ള വാർത്ത. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയൊരു വാള്, ഇതിനേക്കാൾ വലിയൊരു ഉപദേശം എന്താണ്? വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം, ഒരുപാട് മുതഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, നാട്ടുകാർക്ക്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വലിയ സങ്കടത്തിലാണ്, വലിയ പ്രയാസത്തിൽ. പലരും ഫോൺ വിളിച്ച് പറയുന്നത് ഒരു ഞെട്ടലോട് കൂടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. നമ്മളെ ഉസ്താദ് മരണപ്പെട്ടുന്ന വലിയ സങ്കടത്തോടു കൂടി, കാരണം മുഞ്ഞാന്നല്ല ഞങ്ങൾ ഒന്നിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. യാ അല്ലാഹ്, എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു പാഠമാണ്. പണ്ഡിതന്മാരുടെ മരണം അത് ഒരു വലിയ നഷ്ടമാണ്. കാരണം മുതഅല്ലിമീങ്ങൾ, അദ്ദേഹത്തെ കൂടെ പഠിക്കുന്ന ഒരുപാട് പിഞ്ചു മുതഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. ഞാനും അദ്ദേഹം ഒരു സദസ്സിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. വളരെ വിനയമുള്ള അദ്ദേഹത്തിൻ്റെ ഇരുത്തവും നടത്തവുമൊക്കെ വളരെ വിനയമുള്ള ഒരു സംസാരമൊക്കെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുണ്ടായിട്ട് കാര്യമില്ല. ഒന്നും മരണത്തിൻ്റെ മുമ്പിൽ ഒന്നുമേ അല്ല. അള്ളാഹുവിൻ്റെ വിധിക്കു മുന്നിൽ തല കുണിക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. മുസീബത്ത് വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിധിക്ക്, അള്ളാഹുവിൻ്റെ ആ ഖദറിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നാമങ്ങ് കീഴ്പ്പെടുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. എന്നും എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കണം എന്നുള്ളതിന് വലിയ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള മരണം. എത്ര കണ്ട് ചിരിച്ച് സന്തോഷത്തോടു കൂടി സംസാരിച്ച ആൾ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആൾ, തൻ്റെ മുതഅല്ലിമീങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആലിമീങ്ങളായി കൺമുമ്പിൽ തന്നെ അവരെ കണ്ണിൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാൾ, ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നില്ല, മരണപ്പെട്ടു പോയി എന്ന് കേൾക്കുമ്പോൾ താങ്ങാനും സഹിക്കാൻ, കാരണം ഇത് വലിയ ദുഃഖമാകാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന, നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ ഇവിടെ പറയുമ്പോൾ അത് താങ്ങാനൊന്നും പറ്റുന്നില്ല. പേരമുഖർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, തൊട്ടടുത്ത സ്ഥലമാണ്, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്ഥലമാണ്. എനിക്കാണെങ്കിൽ ഏറ്റവും തൊട്ടടുത്ത സ്ഥലമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ദിവസം കേൾക്കുന്ന മരണ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇത് ഇന്നലെ എൻ്റെ ജമാഅത്തിൽപ്പെട്ട തന്നെ ഒരു കുട്ടിയാണ്. അദ്ദേഹം മയ്യത്തൊക്കെ സുല്ലിയിലാണെങ്കിലും നമ്മുടെ ഈ ഭാഗത്തെ ഒരു കുട്ടി, മുതഅല്ലിം, മുഹിമാത്തിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിം മരണപ്പെട്ടൊരു വാർത്ത. അങ്ങനെ എത്ര വാർത്തകളാണ് നിരന്തരമായി. ഒരുപാട് പണ്ഡിതന്മാർ, ചെറുപ്പക്കാർ ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല ആഫിയത്ത്, ആരോഗ്യമുള്ളവരാണ് മരണപ്പെടുന്നത്. എല്ലാം ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല. എന്നും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പണ്ഡിതന്മാരൊക്കെ മരണപ്പെടുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്കിവിടെ വലിയ ദുഃഖമാണെങ്കിൽ അവരുടെ പാരത്രിക ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. തിന്മകൾ ചെയ്തുകൊണ്ടുമ്പോൾ, ഹറാമിയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അനാവശ്യമായ റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഉദ്ദേശം പകകൾ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മരണയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മരണം എപ്പോൾ നമ്മുടെ അരികിൽ വരുമെന്ന് അറിയില്ല.
വന്നു കഴിഞ്ഞാൽ യുഅഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് മുന്തിക്കുകയോ പിന്തിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ലൗലാ അഖറതനി ഇലാ അജലിൻ ഖരീബ്. അപ്പം നാം പറയുന്നൊരു വാക്കതാണ്, ഒരു അജൽ പിന്തിക്കല്ല, ഒരു അജൽ മതി. പിന്തിച്ചാൽ തീർച്ചയായും ഫസുദ്ദഖവാക്കും മിനസ്വാലിഹീൻ, ഞാൻ നല്ലവനാകാം, ഞാൻ ദാനധർമ്മം ചെയ്യാം, പലതും പറയും. തീർച്ചയായും നിന്നനുസരിച്ച് ജീവിക്കാമെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും ആദിബിന് ജബൽ റളിയല്ലാഹു അൻഹു കണ്ടുപിടിക്കാൻ വേണ്ടി മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ്? അദ്ദേഹത്തിൻ്റെ പിന്നാലെ സ്വഹാബത്ത് കൂടി ഒന്നും പഠിക്കാനില്ല. സാധാരണ പോലെ ഇബാദത്ത് ചെയ്യുന്നു, അമൽ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, അല്ലാതെ പ്രത്യേകമൊന്നുമില്ല. പിന്നെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോൾ എന്നും എപ്പോഴും ചിന്തിക്കുമായിരുന്നു, ഇപ്പോൾ എൻ്റെ മുമ്പിൽ മരണം വരുമോ? അസ്രായിൽ വന്ന് പറയോ, അന അസ്രായിൽ, ഞാൻ അസ്രായിലാണ്, നിൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അസ്രായിൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാൽ, നമുക്ക് നമ്മുടെ ലൈവായി കണ്ടതല്ലേ ഈ അടുത്തൊരു പെൺകുട്ടിയുടെ മരണം. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ചാനലുകളിലൊക്കെ നമുക്ക് കണ്ടു. ഒരു പെൺകുട്ടി അക്ഷയ സെൻറ്ററിലേക്ക് പോകുന്നു, തൻ്റെ എന്തോ അത്യാവശ്യമായ കാര്യങ്ങൾ പറയുന്നു, ആ സമയത്ത് തന്നെ അവിടെ വെച്ച് മരണപ്പെടുന്നു. ഇങ്ങനെയാണ് മരണം. വീട്ടിൽ നിന്ന് പുറത്തു പോയവൻ തിരിച്ചു വരുന്നത് മയ്യത്താണ്. പ്രസംഗിക്കുന്നവൻ മരണപ്പെടുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ മരണപ്പെടുന്നു. വലിയ സന്തോഷത്തിൽ എന്തോ ഒരു കാര്യത്തിന് പോയവൻ തിരിച്ചു വരുന്നത് മയ്യത്തായിട്ടാണ്. നോക്കൂ, ഫാദിൽ ഉസ്താദിൻ്റെ മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖകരമായി. കാരണം ഈ അടുത്ത ദിവസങ്ങൾ സംസാരിച്ച് സന്തോഷത്തോടു കൂടി നാം പിരിഞ്ഞവരാണ്. ഇപ്പോൾ നോക്കുമ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ 2-3 ഉസ്താദന്മാരെ വിളിച്ചു, ഇത് ശരിയാണോ ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്? അവർ ഞെട്ടി നിൽക്കുകയാണ്. എന്നെക്കാൾ കൂടുതൽ ഞെട്ടല്ലവരാണ്. അവരും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ തന്നെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്കും കേൾക്കാൻ സാധിച്ചത്. ആ ഉസ്താദന്മാർ വലിയ ദുഃഖത്തോടു കൂടി, സങ്കടത്തോടു കൂടി, ഉസ്താദ് എൻ്റെ അടുത്ത് നിന്ന് ഞെട്ടലോടു കൂടിയാണ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഇതാ നമ്മുടെ പേരമുഖർ ഉസ്താദ് മരണപ്പെട്ടെന്ന ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്നത്. എന്ത് അവസ്ഥയാണിത്? അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാനോ താങ്ങാനോ ഒന്നും കഴിയുന്നില്ല. കാരണം ഈ അടുത്തല്ലേ ഞങ്ങൾ ഒന്നിച്ച് ഒരു സദസ്സിൽ പങ്കിട്ടത് എന്ന് അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടിയാണ് പറഞ്ഞത്. എത്ര മരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. എന്നിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം അടുത്തവർ, ഉറ്റവർ, ഉടയവർ മരണപ്പെട്ടാൽ പോലും കുറച്ച് ദിവസങ്ങൾ ഓർക്കും, പിന്നെ അത് മറന്നേക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കെന്തിനാണ് വിദ്വേഷം, പക, മറ്റുള്ളവരോട് അസൂയ? ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് നമുക്കിത് വലിയ ശാപമാണ്. അതൊക്കെ ഒഴിവാക്കി നല്ലൊരു ജീവിതം, ആരോട് വെറുപ്പില്ലാത്ത, എല്ലാവരോടും സ്നേഹത്തോടും, ആരെങ്കിലും വെറുത്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും നല്ല നിലക്ക് ജീവിക്കുക. ജ്യേഷ്ഠൻ, അനുജന്മാർ, കുടുംബങ്ങൾ പരസ്പരം പിണക്കങ്ങളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ജീവിതം വളരെ ദുഷിച്ചുകൊണ്ട് അല്ലേ, അമ്മായി കണ്ടാൽ മരുമകൾക്ക്, മരുമകളെ കണ്ടാൽ അമ്മായിമാർക്ക് പറ്റുന്നില്ല, അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കുന്ന എത്ര ആളുകൾ ഇന്ന് മരണപ്പെട്ടു പോയാൽ അതെല്ലാം അസ്തമിച്ചു പോവില്ലേ? പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഈ ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു താങ്ങാനുള്ള സഹനശക്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.